മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 പത്രോസ് 2:9 നമുക്ക് ധ്യാനിക്കാം. 1 Peter chapter 2 verse 9. നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കൂ. പാവങ്ങളെ ചൂഷണം ചെയ്ത് ഇടക്കാലം കൊണ്ട് സമ്പന്നനായി തീർന്ന വൻ വ്യവസായി ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റിനെ ചെന്ന് കണ്ടു. അയാൾ അതിവിശിഷ്ടമായ ഒരു പൂവിരിയുന്ന ചെടിയുമായാണ് ചെന്ന്. കുശലാന്വേഷണങ്ങൾക്കും ലഘുഭക്ഷണത്തിനും ശേഷം ചെടിയെക്കുറിച്ചായി സംസാരം. ഇതിനെന്ത് വളമാണ് നൽകേണ്ടത്? ലിങ്കൺ ചോദിച്ചു. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി വളമൊന്നും നൽകേണ്ടതില്ല. മറ്റു ചെടികൾക്കിടുന്ന വളം ഇത് വലിച്ചെടുത്തോളൂ, വ്യവസായി പറഞ്ഞു. എങ്കിൽ തീർച്ചയായും താങ്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിത് വളർത്തും. തന്റെ ചൂഷണ സ്വഭാവത്തെപ്പറ്റി അറിഞ്ഞ പ്രസിഡന്റ് തനിക്കിട്ടൊന്ന് പ്രയോഗിച്ചതാണെന്ന് വ്യവസായിക്ക് വളരെ പെട്ടെന്ന് തന്നെ പിടികിട്ടി. അയാൾ ഉടനെ തന്നെ തന്ത്രപരമായി സ്ഥലം കാലിയാക്കുകയും ചെയ്തു. അതെ, സാമാന്യ ബുദ്ധി അസാമാന്യ വസ്തു തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിളിച്ചവന്റെ നന്മ പ്രകീർത്തിക്കാനാണ്. അറിയാതെ നമ്മളൊക്കെ നമ്മുടെ സ്വാർത്ഥതയിൽ നമ്മുടെ നന്മകളാണ് പ്രകീർത്തിക്കുക. അതിന് നാടൻ ഭാഷയിൽ വീമ്പടിക്കുക എന്നോ കത്തിവെക്കുക എന്നോ ഒക്കെ പറയാറുണ്ട്. എന്നാൽ നമ്മളെ വിളിച്ചവന്റെ നന്മയാണ് നാം പ്രഘോഷിക്കേണ്ടത്. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും സൂക്ഷിക്കുവാൻ, ആ വിളിച്ചവന്റെ നന്മയെ പ്രകീർത്തിക്കുവാൻ, അങ്ങനെ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പരിശ്രമിക്കാം. എന്നെയോ മറ്റൊരാളെയോ പുകഴ്ത്തിയിട്ടല്ല കാര്യം, പിന്നെയോ എന്നെ വിളിച്ചവൻ, എന്നെ നയിക്കുന്നവൻ, അവന്റെ നന്മ പ്രകീർത്തിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.